എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാഗ്നറ്റിസം. റെയിൽവേ എക്സാംസിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മാഗ്നറ്റിസം. ഇതിൽ നിന്ന് ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് എല്ലാ റെയിൽവേ എക്സാംസിനും പ്രതീക്ഷിക്കാം. താരതമ്യേന ഗ്രൂപ്പ് ഡി എക്സാംസിന് മാഗ്നറ്റിസത്തിൽ നിന്ന് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാഗ്നറ്റിസത്തിനുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് വേറെ ഒരു ടോപ്പിക്കിനും ഫിസിക്സിൽ കാണാൻ പറ്റില്ല. അത്രയ്ക്കധികം ചോദ്യങ്ങൾ മാഗ്നറ്റിസത്തിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. മാത്രമല്ല നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രമല്ല, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ചോദ്യങ്ങളാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അതും മനസ്സിലാക്കണം. ഒരിക്കലും പഴയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രം നമ്മളുടെ പഠനം ഒതുക്കാൻ പാടില്ല. കാരണം ഇനി വരുന്ന എക്സാംസിന് കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഒരു കൈ മേളിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ ഒന്ന് കാണിക്കാം. നോക്കുക. ആദ്യം തന്നെ നമ്മൾ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസും യൂണിറ്റ്സും പഠിക്കുന്നുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ മാഗ്നറ്റിന് എന്താണ് കാന്തം അല്ലെ, അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിന് എന്താണ് കാന്തിക മണ്ഡലം എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരാം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതെന്ന് ആദ്യം തന്നെ ഒന്ന് ഒരു ബ്രീഫായിട്ട് കാണിക്കുന്നത്. നോക്കുക. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഡെഫിനിഷൻസിനോടൊപ്പം തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് SI സിസ്റ്റത്തിലും CG സിസ്റ്റത്തിലുള്ള യൂണിറ്റ്സ് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ എന്താണ് ഒരു ബാർ മാഗ്നറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറണ്ട്. അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ചുറ്റും ഉണ്ടാവുന്ന കാന്തിക വലയം അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എങ്ങനെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയാണ്, അതെങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം, അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതാണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട്. ഇനി ഈ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റ്സ് തന്നെ വരുന്ന 3 ടോപ്പിക്സ് ആയിട്ട് നമുക്ക് എന്തിനെ കാറ്റഗറൈസ് ചെയ്യാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് സ്ട്രേറ്റ് കണ്ടക്ടർ. അതായത് ഒരു കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വഭാവം എന്താണ്, അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ്, ഒരു കോയിൽ എടുക്കുകയാണ്, അതിൽ കൂടിയാണ് നമ്മൾ കറണ്ട് വിടുന്നതെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു പഠിക്കണം. അതുപോലെ തന്നെ ഒരു സോളിനോയിഡ് എന്താണെന്നും ആ സോളിനോയിഡിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് അതിന്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഈ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും അവസാനം വരെയും കണ്ടിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് മാഗ്നറ്റ്, എന്താണ് കാന്തം എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ബേസിക് ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് കാന്തം? An object which is capable of producing a magnetic field. എന്താണ്? കാന്തിക മണ്ഡലം സൃഷ്ടിക്കുവാൻ കഴിവുള്ള വസ്തുവിനെ കാന്തം എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മെറ്റീരിയലിന് മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാഗ്നറ്റ് എന്ന് പറയാം. ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കാൻ കഴിവുള്ള ഏതൊരു മെറ്റീരിയലിനെയും ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് മാഗ്നറ്റ് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? മാഗ്നറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാച്ചുറൽ മാഗ്നറ്റ്. നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ? അത് ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന രൂപത്തിൽ തന്നെ, അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതിനെന്തുണ്ടാവും, മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി ഉണ്ടാകും. അതായത് അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. അങ്ങനത്തെ ചില മെറ്റീരിയലുണ്ട്. അതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്, നാച്ചുറൽ മാഗ്നറ്റിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോഡ് സ്റ്റോൺ ആണ്. ഈ ലോഡ് സ്റ്റോണിനെ തന്നെ നമുക്ക് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അയണിന്റെ ഓറാണ്, ഒരു ഫോം ഓഫ് ഓറാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഒരു അയണിന്റെ ഓർ, അതായത് ലോഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് അയണിന്റെ ഓർ എന്ന് പറയുന്നത് എന്താണ്, ഒരു നാച്ചുറൽ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു നാച്ചുറൽ കാന്തമായിട്ട് ആക്ട് ചെയ്യും. കാരണം അത് ഭൂമിയിൽ കാണുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പോയിന്റ് ക്ലിയർ ആണോ? അതാണ് നാച്ചുറൽ മാഗ്നറ്റ്. അത് ഭൂമിയിൽ എങ്ങനെയാണോ ഉള്ളത് അത് എടുത്ത് നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റും എന്തുണ്ടാവും, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. നാച്ചുറലി അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ നാച്ചുറലി തന്നെ അതിനൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാന്തമായി ആക്ട് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അടുത്തത് എന്താണ്,
ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. എന്താണ്, നമ്മൾ അതിനെ ഒന്നിലധികം മെറ്റീരിയൽസിന്റെ ഒരു കോമ്പോസിഷൻ ആക്കി അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആക്കി അതിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, അതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആക്കുകയാണ് നമ്മൾ ആർട്ടിഫിഷ്യലി പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ പല കാര്യങ്ങളും അതിലിട്ട് നിക്കൽ, കൊബോൾട്ട്, അയൺ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് അതിനൊരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആക്കുകയാണ്. അതാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ് പറഞ്ഞു, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്നും പറഞ്ഞു. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആണോ? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്താണ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഫാക്ടറിയിലോ ഒരു ഇൻഡസ്ട്രിയിലോ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റിനെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഷേപ്പിനെ ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാഗ്നറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നാച്ചുറൽ മാഗ്നറ്റ് എന്താണെന്ന് മനസ്സിലായി, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഇലക്ട്രോ മാഗ്നറ്റ്. അതെന്ന് പറയുന്നത് എന്താണ്? ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കറണ്ടിനെ ആസ്പദമാക്കിയായിരിക്കും അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു? അതൊരു കണ്ടക്ടറിൽ കൂടി, ഒരു വയറിൽ കൂടി, ഒരു കോപ്പർ വയർ എടുക്കുകയാണ്, ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. ആ കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപയോഗിച്ച് അതായത് കറണ്ടിലൂടെ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, 3 തരത്തിലുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് പറഞ്ഞു അല്ലെ. ഒന്ന് നാച്ചുറൽ മാഗ്നറ്റ്, രണ്ട് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഈ പറയുന്ന ആ മാഗ്നറ്റ് അങ്ങനെ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിച്ചുണ്ടാക്കുന്ന ഒരു മാഗ്നറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? കറണ്ട് ഏതിൽ കൂടിയാണ് ഫ്ലോ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഒരു കണ്ടക്ടറിൽ കൂടി, ഒരു കോപ്പർ വയറിൽ കൂടി നമ്മൾ ഒരു കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിനെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താ, നമ്മൾ കറണ്ട് എപ്പോൾ ഓഫ് ചെയ്യുന്നു ആ മാഗ്നറ്റിക് എഫക്ട് പോകും. അതിന് പിന്നെ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കില്ല. രണ്ടിനും നമുക്ക് ഈ പറഞ്ഞ നാച്ചുറൽ മാഗ്നറ്റ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണെങ്കിലും എങ്ങനെയാണ് അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്? കാരണം അതിൻ്റെ അകത്തുള്ള ആറ്റംസിന്റെ സ്പിന്ന് കാരണമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്പിന്ന് കാരണമോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കെമിക്കൽ കോമ്പോസിഷൻ കാരണമോ ഒക്കെയാണ് പലപ്പോഴും അതിന് ഈ പറയുന്ന നാച്ചുറലായി അല്ലെങ്കിൽ അതിന് നമ്മൾ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ മെറ്റീരിയൽ ആണ് എന്ത് ചെയ്ത് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആക്കി നമ്മൾ അതിൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊണ്ടുവരുന്നത്. അപ്പം അതൊക്കെ എന്തായിരിക്കും, അവിടെ വേറെ ഒന്നിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺ സ്പിന്നും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയർ സ്പിന്നൊക്കെ കാരണം അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്നൊക്കെ പറയുന്ന പല പ്രോപ്പർട്ടീസ് കാരണമാണ് നമുക്ക് അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രം അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് മാറ്റി കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവില്ല, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. ഇത്രയും പോയിന്റ് ക്ലിയർ ആണ്. അപ്പം വെറുതെ ഞാൻ ഇത്രേ പറഞ്ഞോളൂ, മൂന്നേ കാര്യങ്ങളെ പറഞ്ഞോളൂ. മാഗ്നറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഒന്ന് നാച്ചുറൽ മാഗ്നറ്റ്, പിന്നെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, മൂന്നാമത്തെ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റ്. പോയിന്റ് ക്ലിയർ ആണോ? ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ അപ്പം നാച്ചുറൽ മാഗ്നറ്റിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോഡ് സ്റ്റോൺസ് ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന എന്താണ്, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഇനി അതിനെ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അതെങ്ങനെ വരും നോക്കുക. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് നമുക്കൊരു ബാർ മാഗ്നറ്റ് ആവാം, റിംഗ് മാഗ്നറ്റ് ആവാം, ഹോർസ് ഷൂ മാഗ്നറ്റ് ആവാം, മാഗ്നറ്റിക് നീഡിലാവാം, നമ്മൾ കോമ്പസ് ഒക്കെ കാണാറില്ലേ, ഡിസ്ക് മാഗ്നറ്റ് ആവാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള മാഗ്നറ്റിക് സ്ട്രെങ്തിനനുസരിച്ച് നമ്മൾ ഒന്നിലധികം മെറ്റീരിയൽസ് എല്ലാം കൂടി ആഡ് ചെയ്ത് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കിയെടുക്കും. അതിനെയാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിനും ഈ നാച്ചുറൽ മാഗ്നറ്റ് പോലെ തന്നെ എന്തുണ്ട്, ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ തന്നെ ഉണ്ടാകും. പോയിന്റ് ക്ലിയർ ആണോ? കാലക്രമേണ എല്ലാത്തിന്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറയാം. പക്ഷേ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റ് പോലെയല്ല. ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ അതിന് ചുറ്റും എന്തുണ്ടാവുള്ളൂ, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുള്ളൂ. കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാന്തിക മണ്ഡലം പോയി അതൊരു മാഗ്നറ്റ് അല്ലാതെയായി മാറും. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. 3 എണ്ണമെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. വേറെ അധികം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 3 എണ്ണം പഠിച്ചു വെക്കുക. അത് 3 എണ്ണം ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത് നോക്കുക. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒന്ന് നിയോഡൈമിയം അയൺ ബോറോൺ, സെമേറിയം കൊബോൾട്ട്, അൽനിക്കോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അൽനിക്കോ ആണ്. അലുമിനിയം നിക്കൽ കൊബോൾട്ടിന്റെ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് അൽനിക്കോ എന്ന് പറയുന്നത്. ഇതെന്തായാലും നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക.
ഇതെന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് അൽനിക്കോ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയും കുറേ ഞാൻ ഇതെല്ലാം അലോയ്സ് ആണ്, കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ബൈ കമ്പൈനിങ് ഡിഫറെന്റ് എലമെന്റ്സ് ടു അച്ചീവ് സ്പെസിഫിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻ. നമ്മൾ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി ജനറേറ്റർ ഉണ്ടാക്കാൻ, മോട്ടർ ഉണ്ടാക്കാൻ, അങ്ങനെ പലതരത്തിൽ സ്പെഷ്യൽ മെഷീൻസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ഉപയോഗിക്കും. കാരണം എന്താ? നാച്ചുറൽ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് അതിന്റെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ പല ആപ്ലിക്കേഷൻസിനും എന്ത് വേണം? സ്ട്രോങ് ആയിട്ടുള്ള എന്ത് വേണം? മാഗ്നറ്റിക് ഫീൽഡ് വേണം. ആ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് പലപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിലൂടെയാണ്. അതിന് നമുക്ക് ആവശ്യമുള്ള നമുക്ക് എത്രയാണോ ഫീൽഡ് വേണ്ടത്, അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യണം, ഇതിനൊക്കെ ആസ്പദമാക്കിയായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ ഇതിൽ ഏത് വേണം എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഡിഫറെന്റ് കണ്ടോ, ഇതെല്ലാം എന്താണ്? മെയ്ഡ് ബൈ കമ്പൈനിങ് ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. ഡിഫറെന്റ് എലമെന്റ്സ് ഇത് കണ്ടോ, അൽനിക്കോ എന്ന് പറയുമ്പോൾ അലുമിനിയം, നിക്കൽ, കൊബോൾട്ട്, ഇത് മൂന്നും കൂടി ചേർത്താണ് അൽനിക്കോ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെതായ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി ഇതിനേക്കാൾ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെമറിയം കൊബോൾട്ടോ അല്ലെങ്കിൽ നിയോഡൈമിയം അയൺ ബോറോണിലൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്നെണ്ണമെങ്കിലും അറിഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സിൽ ഒന്നാണെന്ന്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സ് ആണെന്ന് ഈ മൂന്ന് പേര് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവന്മാർ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. എന്താണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊന്ന് പഠിച്ചാലോ? എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ദ റീജിയൻ അറൌണ്ട് ദ മാഗ്നറ്റ് വേർ വി ക്യാൻ ഡിറ്റക്ട് ദി എഫക്ട് ഓഫ് മാഗ്നറ്റ്. അതായത് ഒരു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാം ഒരു ബാർ മാഗ്നറ്റ് വെച്ചായിരിക്കും. ഒരു ബാർ മാഗ്നറ്റ് ഞാൻ കാണിച്ചു അല്ലേ? അപ്പോൾ ഈ ഒരു മാഗ്നറ്റിന്റെ ചുറ്റും ഏതൊക്കെ ഏരിയയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് ഈ മാഗ്നറ്റിന്റെ എഫക്റ്റ് ഇതിന് ചുറ്റും എത്ര ഏരിയയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 10 കിലോമീറ്റർ മാറിയ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ മാറി അല്ലെങ്കിൽ 100 മീറ്റർ മാറി ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഒരു 100 കിലോമീറ്റർ മാറി അല്ലെങ്കിൽ 100 മീറ്റർ മാറി അല്ലെങ്കിൽ ഒരു 10 മീറ്റർ മാറി, ഒരു 5 മീറ്റർ മാറി, 1 മീറ്റർ മാറി, 100 സെന്റിമീറ്റർ മാറി. ഇതിൽ എവിടെയായിരിക്കും നമുക്ക് മാഗ്നറ്റിന്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം? 5 സെന്റിമീറ്റർ മാറി, 10 സെന്റിമീറ്റർ മാറി, ഒരു മീറ്റർ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാഗ്നറ്റിന്റെ എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു 10 കിലോമീറ്റർ മാറി, ഒരു 5 കിലോമീറ്റർ മാറി, 1 കിലോമീറ്റർ മാറി, എന്തിന് 100 മീറ്റർ മാറിയാൽ പോലും നമുക്ക് എന്തുണ്ടാവില്ല? ഈ മാഗ്നറ്റിന്റെ എഫക്റ്റ് അവിടെ വരുന്നുണ്ടാവില്ല. അപ്പൊ പറഞ്ഞു വന്ന എന്താണ്? അതായത് ദ റീജിയൻ അറൌണ്ട് ദ മാഗ്നറ്റ്, അതായത് ഒരു മാഗ്നറ്റ് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള ഏതൊക്കെ ഏരിയയിലാണോ മാഗ്നറ്റിന്റെ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ എഫക്റ്റ് ഉണ്ടാവുന്നത്, അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? നോക്കാം. is the region around the magnet where we can detect the effect of magnet. ഒരു മാഗ്നറ്റിന്റെ എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനോ, കാരണം മാഗ്നറ്റിക് ഇത് ഈ പറയുന്ന കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാം? നമ്മളൊരു അയൺ പീസിന് ഒരു ആണി, ഒരു ഇരുമ്പ് ആണിയെ നമ്മൾ മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് പെട്ടെന്ന് വലിക്കും അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റ് വെക്കുകയാണ്. ഇതൊരു മാഗ്നറ്റ് ആണ്. ഞാനൊരു അയൺ പീസ്, അതായത് നമ്മളുടെ ഒരു അയൺ പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ആണി, ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ആണി ഞാൻ വെക്കുകയാണ്. ഇത് വളരെ ദൂരെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് ഇവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാനിത് അടുത്തോട്ട് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഏതൊക്കെ ഏരിയയിലാണോ ഈ അയൺ പീസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ആണിക്ക് ഇത് കാരണം ഒരു അട്രാക്ഷനോ റിപ്പൽഷനോ തോന്നുന്ന അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ ആ ഏരിയ എല്ലാം ഈ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് പറയാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ദ റീജിയൻ അറൌണ്ട് ദ മാഗ്നറ്റ് വേർ വി ക്യാൻ ഡിറ്റക്ട് ദി എഫക്ട് ഓഫ് മാഗ്നറ്റ്. ഈ മാഗ്നറ്റിന്റെ എഫക്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിന് ചുറ്റുമുള്ള ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അത് ദൂരം കൂടുന്തോറും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനൊരു മെറ്റീരിയലിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് റെപ്രസെന്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർ ഫ്ലക്സ് ലൈൻസ്. ഈ കണ്ടോ, ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണോ? അല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലക്സ് ലൈൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ വെറുതെ ഫ്ലക്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. എന്താണ്? മാഗ്നറ്റിക് ഈസ് റെപ്രസെന്റഡ് ബൈ, ഈ മാഗ്നറ്റിക് എഫക്റ്റിന് അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ലൈൻസ് ഉപയോഗിച്ചാണ്. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത്, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. പോയിന്റ് ക്ലിയർ ആണോ? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഓരോ പോയിന്റ് എടുക്കുകയാണെങ്കിലും ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായും ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും, അതിനൊരു വിലയുണ്ടാവും. അതുപോലെ തന്നെ അത് ഏത് ഡയറക്ഷനിലേക്കാണെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? ഒരു വെക്ടർ
ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വേണമെങ്കിലും ചോദിക്കാം. വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അഗൈൻ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ബി എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. നമുക്ക് വെക്ടർ ആണെന്ന് കാണിക്കാൻ ഇങ്ങനെ വേണമെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ ഒരു വര ഇട്ട് കാണിക്കാം. ബി എന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റി വെച്ചാണ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലക്സ് ലൈൻസ് എന്ന് പറഞ്ഞു അല്ലേ, ഇതിന് ചുറ്റും നമ്മൾ ഈ എഫക്റ്റിനെ കാണിക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്നതാണെന്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരം സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിൽ ഒരു കാന്തം വെച്ചു, ഒരു പേപ്പർ വെച്ചു, അതിന്റെ മുകളിൽ നമ്മൾ എന്താണ് ഇരുമ്പ് പൊടി നമ്മൾ വിതറുകയാണെങ്കിൽ എന്ത് പറ്റും? ഇത് ഏകദേശം ഈ ഒരു ഷേപ്പിൽ, ആ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് പോലെ ഏകദേശം ഈ ഒരു ഷേപ്പിൽ എന്താവും? ആ ഇരുമ്പ് പൊടികൾ അലൈൻ ആവും, അല്ലെങ്കിൽ ആ ഇരുമ്പ് പൊടികൾ അറേഞ്ച് ചെയ്ത് വരും അല്ലേ. അത് തന്നെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നമുക്ക് വരയ്ക്കാനല്ലേ പറ്റുള്ളൂ, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? നേരിട്ട് ആ ഫീൽഡ് ലൈൻസ് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഇരുമ്പ് പൊടി അവിടെ ഇടുന്നത്. അത് ഇടുമ്പോഴത്തേക്കും ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് അതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഒരു ഷേപ്പിൽ അത് അലൈൻ ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ അറേഞ്ച് ആവുന്നുണ്ടാവും. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്താ? ഈസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബ്രാക്കറ്റ് അത് എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ്. അതായത് ഇതാണ് ഒരു മാഗ്നറ്റിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനെ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഇതിന് ചുറ്റും, അല്ലെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഇത് മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എത്ര ലൈൻസ് ഉണ്ട്, എത്ര മാഗ്നറ്റിക് ലൈൻസ് ഉണ്ട്, അതായത് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണെങ്കിൽ അതിന് ചുറ്റും ഈ നമ്പർ ഓഫ് ലൈൻസ് വളരെ കൂടുതലായിരിക്കും. ഇത് കാണിക്കുന്ന എന്താണ്? ഈ മാഗ്നറ്റിന്റെ എഫക്റ്റ് ആണ്. ഇത് വളരെ സ്ട്രെങ്ത് കൂടിയ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ എങ്ങനെ വരും? ഇതാണ്ടോ, വീണ്ടും ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അതായത് ഇവിടെയൊക്കെ എന്തുണ്ടാവും? വീണ്ടും വീണ്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിനെയാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കാന്തിക മണ്ഡലത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലക്സ് ലൈൻസ് വരയ്ക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ നോക്കുക, ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓർ ദ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാഗ്നറ്റിക് സോഴ്സിനെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ലൈൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഈ പറയുന്ന ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ പോയിന്റിലും, അല്ലെങ്കിൽ ഇതിന് ചുറ്റും ഓരോ പോയിന്റിലും നമുക്ക് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഉണ്ട്. അതിനെയാണ് ഞാൻ നേരത്തെ എന്ത് പറഞ്ഞത്? ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഓരോ പോയിന്റിലും എന്തുണ്ട്? അതിനൊരു വാല്യൂ ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതിനൊരു ഡയറക്ഷനും ഉണ്ട്. ആ ഓരോ പോയിന്റിലെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഓരോ പോയിന്റിലെയും അത് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് അറിയണമെങ്കിൽ ആ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു ടാൻജന്റ് വരച്ചാൽ മതി. ഒരു ടാൻജന്റ് വരച്ചാൽ മതി. കണ്ടോ? അതായത് ഈ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് അറിയണമെങ്കിൽ എനിക്ക് അവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ മതി. ഈ ഒരു പോയിന്റ് അറിയണമെങ്കിൽ ഇതായിരിക്കും, അതിന് ഇങ്ങോട്ടായിരിക്കും, ഈ ടാൻജന്റിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും എന്ത്? ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടാവുക. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. രണ്ടും ഉണ്ട് അതിന് അല്ലേ. അപ്പോൾ ഇവിടെ അതിനൊരു വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ അതിനൊരു ഡയറക്ഷനും ഉണ്ടാവും. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? വെബർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്, SI യൂണിറ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. WEBER വെബർ. ഓക്കെ, വെബർ ആണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് ചുറ്റുമുള്ള ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ്, അതായത് ഇതിന്റെ ചുറ്റുമുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടി ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നു. ആ ലൈൻസിന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്താണ്? വെബർ ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരുപാട് ഇതിൽ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ ഈ പറയുന്ന നമ്പർ ഓഫ് ലൈൻസ് കൂടും. അങ്ങനെ സ്ട്രെങ്ത് കൂടുതലാണോ കുറവാണോ എന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് ഫ്ലക്സ് ലൈൻസ് പറഞ്ഞാൽ പോരാ അല്ലേ. എന്ത് ചെയ്യണം? അവിടെ ഞാൻ ഫ്ലക്സിന്റെ ഡെൻസിറ്റി എത്രയെന്ന് പറയണം. ഡെൻസിറ്റി ഞാൻ എന്താണ്? ഈ ഫ്ലക്സ് ഞാൻ എടുത്തു, ഈ ഫ്ലക്സ് ബൈ ഏരിയ ഞാൻ എടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഏരിയ എടുത്തു. നോക്കി, ദാറ്റ് ഈസ് ഈ ഒരു ഏരിയ ഞാൻ എടുത്തു. ഇതാ ഇങ്ങനൊരു ഏരിയ എടുത്തു. എന്നിട്ട് അതിൻ്റെ ഏരിയ ഞാൻ പറയുന്നു ക്യാപിറ്റൽ A ആണെന്ന് വിചാരിക്കുക. അതായത് ഈ ഏരിയയിൽ കൂടി എത്ര ഫ്ലക്സ് ലൈൻസ് പോകുന്നുണ്ട്? ഞാൻ പറഞ്ഞു, ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലേ. എത്ര ഫ്ലക്സ് ലൈൻസ്, എത്ര ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്, അത് ഡിവൈഡഡ് ബൈ ഏരിയ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അതായത് ഫ്ലക്സ് ബൈ ഏരിയ ഞാൻ എടുത്തു കഴിഞ്ഞാൽ
എന്ത് ക്വാണ്ടിറ്റിയും ബൈ അതിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഡെൻസിറ്റി കിട്ടും അല്ലേ? അപ്പോൾ ഇതിന് എനിക്ക് എന്ത് പറയാം? ഇവിടെ ഇതെന്ന് പറയുന്നത് എന്തായാലും ഫ്ലക്സ് ബൈ ഏരിയ, ഒരു ഏരിയ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ അത് എന്തായാലും ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത് സൂചിപ്പിക്കുന്നത്. അതിന് നമുക്ക് എന്ത് പറയാം? അതായത് ഫ്ലക്സ് ബൈ ഏരിയ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എനിക്ക് എന്ത് പറയാം? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. പോയിന്റ് ക്ലിയർ ആണോ? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? ബി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് ബൈ ഏരിയ. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഏരിയയുടെ യൂണിറ്റ് SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പോൾ ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് ബൈ ഏരിയ ആണ്. അതിന് ഓരോ പോയിന്റിലും, അതായത് ഓരോ മാഗ്നറ്റിക് ഫീൽഡിലും നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ആ പോയിന്റിൽ അതിനൊരു വാല്യൂ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതിനൊരു ഡയറക്ഷനും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പോയിന്റിലുള്ള ഒരു ടാൻജന്റ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കിട്ടും. ഇനി അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് നമുക്ക് പറയാം. ഇതിന് വേറെയും പേരുണ്ട്, വേറെ രീതിയിലൊക്കെ നമുക്കിത് പറയാം. തൽക്കാലം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നോ എനിക്ക് പറയാം. ഇനി ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ H എന്നൊക്കെ പറയാം കേട്ടോ. അത് വേറൊരു ക്വാണ്ടിറ്റിയാണ്. തൽക്കാലം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ആവശ്യമില്ല. കാരണം നമ്മളുടെ ഒരു റെയിൽവേ എക്സാംസിന് നമുക്ക് ഒരു 10th സ്റ്റാൻഡേർഡ് CBSE ലെവലിൽ നിന്നാൽ മതി. അപ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാം. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ഫ്ലക്സ് ബൈ ഏരിയ ആണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. മനസ്സിലായ കുട്ടികളെ? അപ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിനെ തന്നെ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ ടെസ്ല എന്നുള്ളൊരു യൂണിറ്റും ഇതിനുണ്ട്. ടെസ്ലയും വെബർ പെർ മീറ്റർ സ്ക്വയറും മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല എന്ന് നമുക്ക് പറയാം. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ, അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണെന്ന് പറഞ്ഞു. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ അവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടും. ഡെൻസിറ്റി എത്ര ലൈൻസ് ആ ഏരിയയിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ടോട്ടൽ ഫ്ലക്സ് ലൈൻസ് ബൈ ഏരിയ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടും. ആ ഫ്ലക്സ് ഡെൻസിറ്റി തന്നെയാണ് ഞാൻ ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ മാഗ്നറ്റിന്റെ ഫീൽഡ് സ്ട്രെങ്ത് എത്രയാണ്, അവൻ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഈ പറയുന്ന മെറ്റീരിയൽസിന്, മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അകത്തേക്ക് വലിക്കാം അല്ലെങ്കിൽ അടുത്തോട്ട് വലിക്കാം എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്താണ്? ഈ പറയുന്ന ബിയുടെ സ്ട്രെങ്ത് ആണ് അല്ലെ. എത്രത്തോളം അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് വലിക്കും, അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രെങ്തോട് കൂടി അവനൊരു മെറ്റീരിയൽ ഇങ്ങോട്ട് വലിക്കുന്നു തീരുമാനിക്കുന്നത് എന്താണ്? അതിന്റെ ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അതിന്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന ഏത് ക്വാണ്ടിറ്റിയാണ്? ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. പോയിന്റ് ക്ലിയർ ആണോ? അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ഞാൻ അടുത്തതിൽ ഇട്ടിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഞാൻ പറഞ്ഞു, മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ഏരിയ, ഫൈ ബൈ ഏരിയ. ദി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ടെസ്ല. ഒരു ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഞാൻ പറഞ്ഞു ഫ്ലക്സ് ബൈ ഏരിയ ആണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെബേഴ്സ് ആണ്. ഇതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണ് 1 ടെസ്ല എന്ന് പറയുന്നത് 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആയത്. ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്, മാഗ്നറ്റിക് ഫ്ലക്സും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സും ഓർത്തിരിക്കുക, അതിന്റെ യൂണിറ്റ് എന്തായാലും ഓർത്തിരിക്കുക. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട 1-2 എക്സ്ട്രാ ചോദ്യങ്ങളൂടെ ഒന്ന് പഠിച്ചു വെച്ചാലോ? നോക്കുക. ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് വെബർ. ഡിറൈവ്ഡ് വോൾട്ട് സെക്കൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അഗൈൻ CGS യൂണിറ്റ്, ഇത് SI യൂണിറ്റ് ആണ്. CGS സിസ്റ്റത്തിൽ അതിന്റെ യൂണിറ്റ് എന്താണ്? മാക്സ്വൽ ആണ്. ഈ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ എന്തായിരിക്കും? കിലോഗ്രാം ആയിരിക്കും യൂസ്. SI സിസ്റ്റത്തിൽ നമ്മൾ വെയിറ്റിന് കിലോഗ്രാം ആയിരിക്കും, ലെങ്ത്തിന് മീറ്റർ ആയിരിക്കും, ടൈമിന് സെക്കൻഡ് ആയിരിക്കും. അതാണ് എന്ത്? SI യൂണിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി CGS സിസ്റ്റത്തിലാണെങ്കിലോ അവിടെ നമ്മൾ സെന്റിമീറ്റർ ആയിരിക്കും യൂസ് ചെയ്യുക. സെന്റിമീറ്റർ. അഗൈൻ വെയിറ്റിനാണെങ്കിൽ കിലോഗ്രാമിന് പകരം ഗ്രാം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ടൈമിന് സെക്കൻഡ്സ് ആയിരിക്കും.
അങ്ങനെ യൂസ് ചെയ്യുന്ന, അങ്ങനെ ബേസ് ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മൾ അതിനെയാണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. ആ CGS സിസ്റ്റത്തിൽ ഇതേ ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാക്സ്വെൽ ആണ്. അതും ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ CGS സിസ്റ്റം നമ്മൾ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ SI സിസ്റ്റത്തിൽ ഇതിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. ഫ്ലക്സ് എന്ന് പറയുന്ന SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് വെബേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ CGS സിസ്റ്റത്തിൽ അതിന്റെ യൂണിറ്റ്, ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാക്സ്വെൽ ആണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് യൂഷ്വലി മെഷേർഡ് യൂസിങ് എ ഫ്ലക്സ് മീറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വാല്യൂ എത്രയും നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് എന്ത്? ഫ്ലക്സ് മീറ്റർ. പോയിന്റ് ക്ലിയർ ആണോ കുട്ടികളെ? ഇനി അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതിന് തന്നെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട H എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന വേറെ കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട, അതൊന്നും ഈ റെയിൽവേ എക്സാംസിന് നമുക്ക് പഠിക്കേണ്ട. അവിടെ അത്രയും ഡെപ്തിലേക്ക് അത് അറിയാമെങ്കിൽ, ഇപ്പോൾ ഇപ്പം പോളിടെക്നിക്കോ അല്ലെങ്കിൽ ITയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ ടേംസ് അറിയുന്നുണ്ടാവും. അതൊന്നും നമ്മുടെ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല, റെയിൽവേ എക്സാംസിനൊന്നും ആവശ്യമില്ല. ഈ ഒരു പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, H പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് ചോദ്യങ്ങൾ വരാറില്ല. നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഏതാണ്? നമ്മളുടെ 10th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ആണ് അല്ലേ, മാക്സിമം 11th ഉം 12th. അതിൽ പോലും നമുക്ക് വേറെ ഇതിൽ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. ഇനി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B എന്ന് പറയുന്നതിന് നമുക്ക് അതിന്റെ യൂണിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഫ്ലക്സ് ബൈ ഏരിയ ആണ്. അതായത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതായത് ഞാൻ പറഞ്ഞു ടെസ്ലയാണ് അതിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു. എന്താണ് 1 ടെസ്ല എന്ന് പറയുന്നത്? 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇത് അറിഞ്ഞിരിക്കണം, മറന്നു പോകരുത്. CGS യൂണിറ്റ് ഞാൻ പറഞ്ഞു, ഇവിടെ CGS യൂണിറ്റ് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്ന മാക്സ്വൽ ആണ്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗോസ് ആണ്. GAUSS. 1 ഗോസ് ഇസ് ഡിഫൈൻഡ് ആസ് 1 മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ എന്താണ് 1 ടെസ്ല എന്ന് പറഞ്ഞാൽ 1 വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലായിരുന്നോ? ഇവിടെ എന്താണ് 1 ഗോസ് എന്ന് പറയുന്നത്? 1 ഗോസ് ഇസ് ഈക്വൽ ടു 1 മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഞാൻ പറഞ്ഞു CGS സിസ്റ്റത്തിൽ എന്താണ്? സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ CGS സിസ്റ്റത്തിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? മാക്സ്വെൽ ആണ്. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെബർ ആണ്. വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്, ടെസ്ലയാണ്. അതേ സമയത്ത് CGS യൂണിറ്റ് എന്താണ്? ഗോസ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് യൂഷ്വലി മെഷർഡ് യൂസിങ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് യൂസ്ഡ് അല്ലെങ്കിൽ ഇത് ഗോസ് മീറ്ററോ ടെസ്ല മീറ്ററോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ എഴുതുക, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് യൂഷ്വലി മെഷർഡ് വിത്ത് എ ഗോസ് മീറ്റർ ഓർ എ ടെസ്ല മീറ്റർ നമുക്ക് പറയാം. മാഗ്നറ്റിക് ഫ്ലക്സ് മെഷർ ചെയ്യാൻ ഫ്ലക്സ് മീറ്റർ യൂസ് ചെയ്യാറുണ്ട്. എഗെയിൻ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ഗോസ് മീറ്റർ വെച്ചും ടെസ്ല മീറ്റർ വെച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലക്സ് വേണമെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. ആ പോയിന്റും കൂടെ ഓർത്തിരിക്കുക. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് യൂഷ്വലി മെഷർഡ് യൂസിങ് ഗോസ് മീറ്റർ ഓർ ടെസ്ല മീറ്റർ. ഈ ഫ്ലക്സ് മീറ്ററിന്റെയും ഗോസ് മീറ്റർ അല്ലെങ്കിൽ ടെസ്ല മീറ്റർ എന്ന് പറയുന്നതും വ്യക്തമായി ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നുള്ള ചോദ്യം റെയിൽവേക്ക് വരാറുണ്ട്, ഓർത്തിരിക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇത് ഇന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തു. ഇനി അടുത്തൊരു ചോദ്യം അല്ലെങ്കിൽ അടുത്തൊരു ഏരിയ നമുക്ക് നോക്കാം, എന്ത്? പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടീസ് എന്താണ്? അതിൽ നിന്ന് നിരന്തരമായി ചോദ്യങ്ങൾ വരാറുണ്ട്, അതായത് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അതായത് ഈ പറയുന്ന ഒരേ ചോദ്യം തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആദ്യം തന്നെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആദ്യം തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കുക. എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഡു നോട്ട് ഹാവ് ഒറിജിൻസ് ഓർ ടെർമിനേറ്റിംഗ് പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ് ആണ്. അതായത് ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നോ എവിടെയാണ് അവസാനിക്കുന്നതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവൻ എന്താണ് ശരിക്കും ഇത് ക്ലോസ്ഡ് ലൂപ്പ് ആണെന്ന് പറയാം. ഒരു സർക്കിളാണ്. കാരണം എന്താ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ പോകുന്നു അല്ലേ, ശരിക്കും വീണ്ടും ഇതിങ്ങനെ അകത്തൂടി വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഒരു സർക്കിൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വൃത്തം എടുത്തിട്ട് നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്, അതിന്റെ എൻഡ് ഇവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒറിജിൻ ഇവിടെയാണ്, ടെർമിനേറ്റ് ചെയ്യുന്ന ഇവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. അതുപോലെ തന്നെയാണ് എന്ത് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഡു നോട്ട് ഹാവ് ഒറിജിൻസ് ഓർ ടെർമിനേറ്റിംഗ് പോയിന്റ്സ്. ഒറിജിൻ ഓർ ടെർമിനേറ്റ്, ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു പറയാൻ സാധിക്കില്ല. ഇനി ബൈ കൺവെൻഷൻ ദ ഫീൽഡ് ലൈൻ എമർജ് ഫ്രം നോർത്ത് പോൾ ആൻഡ് മെർജ് അറ്റ് സൗത്ത് പോൾ. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മൾ ഏത് ഫിഗർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിൽ വന്ന് എൻഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലക്സ് ലൈൻസിന്റെ ഈ ഡയറക്ഷൻ, അതായത് ഈ പറയുന്നത് ബൈ കൺവെൻഷൻ ദ ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് ലൈൻസ്, ഇത് ഫീൽഡ് ലൈൻസിനെ തന്നെ എനിക്ക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. ഫ്ലക്സ് ലൈൻസ് എമർജ് ഫ്രം നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് എമർജ് ചെയ്ത് സൗത്ത് പോളിലൂടെ വീണ്ടും ഇതിന്റെ അകത്തൂടി സൗത്തിൽ നിന്ന് നോർത്തിലൂടെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ? നോക്കുക, ബൈ കൺവെൻഷൻ ദ ഫീൽഡ് ലൈൻസ് എമർജ് ഫ്രം നോർത്ത് പോളിൽ നിന്ന് വന്ന് ഇതിലൂടെ പോയി സൗത്തിലേക്ക് വരുന്നു.
പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഇൻസൈഡ് ദ മാഗ്നറ്റ്, ഇനി അകത്താണെങ്കിലോ, മാഗ്നറ്റിന്റെ അകത്താണെങ്കിലും എങ്ങനെയാണ്? സൗത്തിൽ നിന്ന് വന്ന് നോർത്തിലേക്ക് പോകുന്നു. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ see, inside the magnet, the direction of field lines is from its south pole to north pole. South pole, north pole. അറിയാലോ, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വന്ന് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നു. കണ്ടോ, പുറത്തൂടെ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പോകുന്നത്. അകത്താണെങ്കിലോ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് വരുന്നത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ചോദ്യം പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി the magnetic field lines are closed curve. ഞാൻ പറഞ്ഞു ക്ലോസ്ഡ് ആണ്. ഈ ക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? അകത്തൂടിയാണ് ക്ലോസ്ഡ് ആവുന്നത്. The relative strength of magnetic field is shown by the degree of closeness of field lines. അതായത് എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? എത്രത്തോളം അടുത്താണ് ഈ ലൈൻസ് ഉള്ളത്. ഇത് ഇവിടെ ഇങ്ങനെ കൂടുതൽ ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താ? ഇവൻ കൂടുതൽ സ്ട്രോങ് ആണ്. അവൻ ഈ പറയുന്ന ഒരു മെറ്റീരിയലിനെ ഈ പറയുന്ന അതിന്റെ അടുത്തേക്ക് എന്താ പറയുക അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അവന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പൊ നമ്പർ ഓഫ് ലൈൻസ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്ന പോലെ ആ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അവൻ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ സാധനങ്ങൾ അല്ലെങ്കിൽ വലിയ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ഒരു അയൺ പീസ് ഉണ്ടെങ്കിൽ അവനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഈ പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ട്രെങ്തോട് കൂടി തന്നെ, അതായത് അവന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നോക്കുക, the relative strength of magnetic field is shown by the degree of closeness of the field lines. The field is stronger, that is the force acting on the pole of another magnet placed in the is greater when the field lines are crowded. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റോ ഇവിടെ ഒരു അയൺ പീസോ വെക്കുകയാണെങ്കിൽ അതിൽ ഇത് കാരണം ഉണ്ടാവുന്ന കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഇതിന്റെ കാന്തിക മണ്ഡലം അതിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതെന്താണ്? പെട്ടെന്ന് നമുക്ക് ഒരാളെ വലിച്ചെടുക്കണമെങ്കിൽ നമുക്ക് അത്രയും സ്ട്രെങ്ത് വേണ്ടേ? അത് ഇവിടെ കാണിച്ചു തരുന്നത് എന്താണ്? ഇവിടെ കൂടുതൽ ലൈൻസ് ഉണ്ടെങ്കിൽ ഇവൻ കൂടുതൽ സ്ട്രോങ് ആണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ആ പോയിന്റ് ക്ലിയർ ആണോ? ഇതേ ചോദ്യം ഇതിൽ തന്നെ എന്ത് ചെയ്തിട്ട് ചോദിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി no two field lines are found to cross each other. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. എന്താണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. നോ ഫീൽഡ് ലൈൻസ് ആർ ഫൗണ്ട് ടു ക്രോസ് ഈച്ച് അതർ. അതായത് ഒന്ന് മറ്റൊന്നിനെ കട്ട് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? കട്ട് ചെയ്യുന്നില്ല. ഒരു ലൈൻ മറ്റൊരു ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു എന്താ? നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഞാനൊരു കാര്യം പറയുകയാണ്. ഈ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാനൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിലെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഫ്ലക്സ് മീറ്ററോ അല്ലെങ്കിൽ ഗോസ് മീറ്ററോ ടെസ്ല മീറ്ററോ വെച്ച് നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഉള്ള ഡയറക്ഷൻ എനിക്ക് ഇതാണെന്ന് അറിയാം അല്ലേ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുകയാണ്, അവിടെ വേറൊരു ലൈൻ കൂടി ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ രണ്ട് ടാൻജന്റ് വരണ്ടേ. അതായത് ഒരു പോയിന്റിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്നല്ല അതിൻ്റെ മീനിങ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം പോസിബിൾ ആണോ? ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ഇവിടേക്ക് കടമെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നോക്കുക, നോ ടു ഫീൽഡ് ലൈൻസ് ആർ ഫൗണ്ട് ടു ക്രോസ് ഈച്ച് അതർ. ബിക്കോസ് അങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കാരണം ആ ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്നാണ്. ഒരു പോയിന്റ് ഒരു ഡയറക്ഷനേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ നമ്മളിവിടെ പറയുകയാണ്, ഇവിടെ രണ്ടെണ്ണം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിന് ഇങ്ങോട്ടും ടാൻജന്റ് ഉണ്ടാവും ഇങ്ങോട്ടും ടാൻജന്റ് ഉണ്ടാവും അല്ലേ. അങ്ങനെ പോസിബിൾ ആണോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല, കട്ട് ചെയ്യില്ല, അത് ക്രോസ് ചെയ്യില്ല. ആ ഒരു പോയിന്റ്, ആ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഇനി നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ക്വസ്റ്റ്യൻ കൂടി വീണ്ടും പഠിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. നോ ഫീൽഡ് ലൈൻസ് ആർ ഫൗണ്ട് ടു ക്രോസ് ഈച്ച് അതർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അവർ ഇന്റർസെക്ട് ചെയ്യില്ല. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? ഡു നോട്ട് ഇന്റർസെക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ക്രോസ് ചെയ്യില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്യില്ല എന്നൊക്കെ നമുക്ക് പറയാം. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു ചോദ്യം നോക്കിയാലോ. നോക്കുക, ഓൾറെഡി ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറ്റ് ദി നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ആർ. നോർത്ത് പോൾ എടുത്തു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നോർത്ത് പോൾ. ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത്? ബൈ കൺവെൻഷൻ ദ ഫീൽഡ് ലൈൻസ് എമർജ് ഫ്രം നോർത്ത് പോൾ ആൻഡ് മെർജ് അറ്റ് സൗത്ത് പോൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെയെങ്കിൽ എന്ത് പറയാം? നോക്കുക, ഈ ചോദ്യം എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറ്റ് നോർത്ത് പോൾ എങ്ങനെയായിരിക്കും? ഈ നോർത്ത് പോളിൽ നിന്നായിരിക്കും എമർജ് ചെയ്യുക. ലൈൻസ് എമർജിങ് ഫ്രം ദി പോൾ. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറ്റ് ദി നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് ആർ ലൈൻസ് എമർജിങ് ഫ്രം ദ പോൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പോയിന്റ് ക്ലിയർ ആണോ? ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറ്റ് സൗത്ത് പോൾ എന്നായിരുന്നെങ്കിലോ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലൈൻസ് മെർജിങ് അറ്റ് ദ പോൾ ആയിരിക്കും. ഇവിടെ സൗത്ത് ആണ് തന്നിരുന്നു എങ്കിൽ
സൗത്ത് പോൾ ആണെങ്കിൽ അത് ഈ സൗത്ത് പോളിലേക്കാണെന്ത് ഈ ലൈൻസ് വന്ന് മെർജ് ചെയ്യുന്നത്, കൂടിച്ചേരുന്നത്. ഇവിടെ നിന്നാണ് എമർജ് ചെയ്യുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഈ രണ്ട്, സൗത്ത് ആണെങ്കിൽ നോർത്ത് ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ സൗത്ത് നോർത്ത് ചോദിച്ചു, ഇപ്പൊ സൗത്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഞാൻ പറഞ്ഞു, ദേ ആർ ക്ലോസ്ഡ് കർവ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റോ ഒറിജിനോ ടെർമിനേഷനോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെ? വൃത്തം അല്ലേ? അപ്പോൾ ഒരു വൃത്തം യഥാർത്ഥ വൃത്തമല്ല, എന്നാലും ഇത് ക്ലോസ്ഡ് കർവുകളാണ്, ക്ലോസ്ഡ് കർവ് ആണ്, അല്ലെ? ഒരു വൃത്തത്തിന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഈ കർവ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് കർവ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, ലൈൻസ് എമർജിംഗ് ഫ്രം ദ പോൾ ആണ് ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം നോക്കുക. സി ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് എ ബാർ മാഗ്നറ്റ് ആർ ഡയറക്റ്റഡ് ഫ്രം. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നമ്മൾ ഈ ഇവിടെ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? ഇൻസൈഡ് ദ മാഗ്നറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ലൈൻസ് ഈസ് ഫ്രം ദ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വന്നു, എന്നിട്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോയി, അല്ലെ? ഇൻസൈഡ്, അകത്ത്, മാഗ്നറ്റിന്റെ അകത്ത് എപ്പോഴും എന്താണ്? സൗത്തിൽ നിന്നാണ് എന്ത്? സൗത്തിൽ നിന്നാണ്, ദാറ്റ് ഈസ് നോക്കുക, സൗത്തിൽ നിന്നാണ് എന്ത്? നോർത്തിലേക്ക് പോകുന്നത്. അകത്ത്, മാഗ്നറ്റിന്റെ അകത്ത് സൗത്തിൽ നിന്നാണ് നോർത്തിലേക്ക് പോകുന്നത് കേട്ടോ. ഇൻസൈഡ് ദ മാഗ്നറ്റ്. അപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് ആർ ഡയറക്റ്റഡ് ഫ്രം എന്താണ്? എനിക്ക് ഓപ്ഷൻ ഒന്നും നോക്കണ്ട, സൗത്ത് ടു നോർത്ത് ആണ്, അല്ലെ? നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് പഠിച്ചു. സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് ഇൻസൈഡ്, ഔട്ട്സൈഡ് ആണെങ്കിലോ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. പോയിന്റ് ക്ലിയർ ആണോ? സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻസൈഡ് എ ബാർ മാഗ്നറ്റ് ആർ ഡയറക്റ്റഡ് ഫ്രം സൗത്ത് ടു നോർത്ത്, സൗത്ത് പോൾ ടു നോർത്ത് പോൾ. ഫസ്റ്റ് ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അപ്പിയർ ടു മൂവ് ഇൻസൈഡ് എ ബാർ മാഗ്നറ്റ്. കേട്ടോ, സെയിം ചോദ്യമാണ്, വീണ്ടും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 2022 രണ്ട് ഷിഫ്റ്റിനും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ ഷിഫ്റ്റിലെ ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം, ഓരോ വർഷത്തെ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യണം, ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ കണക്കൂട്ടി വെക്കണം. ഓക്കെ, അപ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അപ്പിയർ ടു മൂവ് ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് ഫ്രം എന്താണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്നു. എന്താണ്? സൗത്ത് പോൾ ടു നോർത്ത് പോൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. When the magnetic lines of force are more crowded in the region of magnetic field, this indicates the presence of, അതായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ്? ഇവിടെ നമ്മളൊരു ഓപ്ഷൻ എടുത്തു, എന്തായിരുന്നു? See, the relative strength of the magnetic field is shown by the degree of closeness of the field lines. ആ ഫീൽഡ് ലൈൻസ് എത്രത്തോളം അടുത്താണ് പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഇവിടെ എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ട്, അതാണ് ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്. കൂടുതൽ ലൈൻസ് ആവുന്നതോറും ഇത് ഓരോന്നും എന്താണ്? അടുത്തടുത്താണ് വരുന്നത്, അല്ലേ? അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ മാഗ്നറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവന്റെ കാന്തിക മണ്ഡലം വളരെ സ്ട്രോങ് ആണ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന പോലെ ഫീൽഡ് ലൈൻസ് കൂടുതലാണ്, ക്രൗഡഡ് ആണ് എങ്കിൽ എന്താണ്? when the magnetic lines of force are more crowded in the region of magnetic field, this indicates the presence of a strong magnetic field. ആൻസർ എന്താണ്? സി ആണ് കറക്റ്റ് ആൻസർ. പോയിന്റ് ക്ലിയർ ആണല്ലോ? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ അതിൽ ഓപ്ഷൻസ് വായിക്കുമ്പോൾ പലപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഓരോ ഓപ്ഷൻ വായിക്കാനൊക്കെ നമ്മൾ സമയം എടുക്കും. മാത്രമല്ല അത് ഓരോന്നും വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആയി പോകും. അത് വരരുത്, കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ഞാൻ നേരത്തെ അതുകൊണ്ടാണ് ആദ്യം കുറച്ച് തിയറി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. See, the direction of magnetic field can be obtained from the dash drawn at any point of the magnetic lines of force. എന്താണ് ഇവിടെ? ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ ഞാൻ ആ തിയറി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചു എന്തിനാണ് ഈ പറയുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനൊക്കെ കണ്ടുപിടിക്കുന്നത്? ചോദിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താ? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി ടാൻജന്റ്. ഞാൻ പറഞ്ഞു ടാൻജന്റ് എന്താ? ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ ടാൻജന്റ് വരയ്ക്കുക. ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിലുള്ള ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും എന്ത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് പറയാം? സോ ഇറ്റ് ഈസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് ഓഫ് ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നായിരിക്കും കേട്ടോ. ഓക്കെ, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയാലോ. See, the magnetic field lines never cross each other. This fact implies that the magnetic field lines always have. ഇവിടെ എന്താണ്? നമ്മൾ നേരത്തെ തന്നെ ആ ചോദ്യം നോക്കിയായിരുന്നു അല്ലേ? എന്തായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കട്ട് ചെയ്യില്ല അല്ലെങ്കിൽ ക്രോസ് ചെയ്യില്ല. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? നോക്കിയേ, ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഓരോ പോയിന്റും അവിടെ ഇട്ടിരിക്കുന്നത്. നോക്കുക, the magnetic lines never cross each other. They never cross each other എന്ന് പറഞ്ഞിട്ടുണ്ട്. നെവർ ക്രോസ് each other എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൂചിപ്പിക്കുന്നത് എന്താണ്? That is, it has a unique value. അതായത് ബി എന്ന് പറയുന്ന
വാല്യൂ, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് ഒന്നിലധികം ലൈൻസ് അവിടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നിലധികം വാല്യൂസ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫ്ലക്സ് അവിടെ ഉണ്ടെന്നല്ല, അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് അവിടെ ഉണ്ടെന്നല്ലേ? അങ്ങനെയല്ല കേട്ടോ. ഏതൊരു പോയിന്റ് എടുത്താലും അതിനൊരു യുണീക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് എ യുണീക്ക് വാല്യൂ അറ്റ് എനി പോയിന്റ് ഇൻ സ്പേസ്. ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും ആ ഒരു പോയിന്റിൽ ഒരു ഒറ്റ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാവുകയുള്ളൂ. പോയിന്റ് ക്ലിയർ ആണോ? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിന് യുണീക്ക് വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഒന്നിലധികം ലൈൻസ് അവിടെ ക്രോസ് ചെയ്യില്ല. ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരേ ഒരു കണ്ടീഷനുള്ളൂ, ആ രണ്ട് ഫീൽഡ് ലൈൻസും എന്താണ്, ഒരേ വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അല്ലോ, അപ്പോൾ നമുക്ക് പറയാം ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം എന്താ? ബിക്കോസ് എന്താണ്, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് ഹാസ് എ യുണീക്ക് വാല്യൂ. ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഞാൻ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഒരൊറ്റ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് എന്ത് അവിടെ, അല്ലെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന ടാൻജൻഷ്യൽ ആയിരിക്കും. പോയിന്റ് ക്ലിയർ ആണോ? അത് ആ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഡയറക്ഷൻ ആയിരിക്കും. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നോക്കുക, സി നമുക്ക് എന്ത് പറയാം, നോ ഫീൽഡ് ലൈൻസ് ആർ ഫൗണ്ട് ടു ക്രോസ് ഈച്ച് അതർ. കാരണം എന്താ? ഇറ്റ് ഹാസ് എ യുണീക്ക് വാല്യൂ അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദി സ്പേസ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇന്റർസെക്ട് ഈച്ച് അതർ. അഗൈൻ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച വേറൊരു ചോദ്യമാണ്. എന്താണ്? ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ആണോ? അല്ല. അവർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ദേ ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. വേറെ പല ഓപ്ഷൻസും ഒക്കെ കാണും, അതെല്ലാം ഇഗ്നോർ ചെയ്യുക, തള്ളിക്കളയുക. ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരിക്കൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷനും ഉണ്ടാവും, രണ്ട് മാഗ്നിറ്റ്യൂഡും കാണിക്കും അല്ലേ? അത് പോസിബിൾ ആണോ കുട്ടികളെ? അല്ല. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അതിനെ ബേസ് ചെയ്യുന്നത് ഇപ്പൊ മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. സി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ബി എന്താണ് ഓപ്ഷൻ? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, പാരലൽ ടു ഈച്ച് അതർ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതെല്ലാം ആവാം അല്ലേ? പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഇങ്ങനെയും ഒന്ന് ഇങ്ങനെയാണ്. അതായത് എന്താണ്? ക്രോസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരേ പോയിന്റിൽ ഒന്നിലധികം വാല്യൂസ് ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ ഒരേ പോയിന്റിൽ ഒന്നിലധികം ഡയറക്ഷൻസ് ഉണ്ടെന്നാണ്. പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദേ ആർ നെവർ, നെവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരിക്കലും ആവില്ല. എന്താണ്? ദേ ആർ നെവർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ചോദ്യം നോക്കുക, തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, കറക്റ്റ് ആൻസർ എഴുതുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? അഗെയിൻ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാം. അപ്പം നമ്മൾ പഠിച്ച ഓരോ കോൺസെപ്റ്റിൽ നിന്നും ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പോയിന്റ് ക്ലിയർ ആണ് നോക്കുക. ഞാൻ നോ ഫീൽഡ് ലൈൻസ് ആർ ഫൗണ്ട് ടു ക്രോസ് ഈച്ച് അതർ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ തന്നെ ഇതിന്റെ റീസൺസ് ഒക്കെ പറഞ്ഞാണ്. എന്തായിരുന്നു? ഇവിടെ ഇതാണെങ്കിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നിലധികം വാല്യൂസും വരും, ഒന്നിലധികം ഡയറക്ഷനും വരും. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായി നിങ്ങൾ ഏത് പഴയ ഗൈഡ് എടുത്താലും അല്ലെങ്കിൽ പഴയ ചോദ്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? ഇവിടെ ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് പോയിന്റ്. അതായത് ഞാനൊരു മാഗ്നറ്റ് എടുത്തു, ഒരു സിൽക്ക് അല്ലെങ്കിൽ ഒരു ത്രെഡ് എടുത്തു, അതിലെന്ത് ചെയ്യാണ്? ഞാനൊരു മാഗ്നറ്റിനെ ഞാൻ വെറുതെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അത് ഏത് ഡയറക്ഷനിലായിരിക്കും ആ ബാർ മാഗ്നറ്റ് പോയിന്റ് ചെയ്യുക? വെറുതെ നമ്മൾ ഇത് ചെയ്യാണ്. ഫ്രീലി സസ്പെൻഡഡ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു വയർ എടുത്തിട്ട് ആ വയർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ത്രെഡ് എടുത്തിട്ട്, ഒരു സിൽക്ക് ത്രെഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വെറുതെ അതിനെ സസ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് പോയിന്റ്? എന്താണ്? ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2022 അതിന് മുമ്പും ഒക്കെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? ജോഗ്രഫിക്കൽ നോർത്ത്, ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത്, ജോഗ്രഫിക്കൽ നോർത്ത്, ജോഗ്രഫിക്കൽ വെസ്റ്റ്, ജോഗ്രഫിക്കൽ സൗത്ത് വെസ്റ്റ്, ജോഗ്രഫിക്കൽ സൗത്ത് ഈസ്റ്റ്. ചിലപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ തന്നിരിക്കാം. ആലോചിക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് ആ സെറ്റപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഈ പറയുന്ന പോലെ മാഗ്നറ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഫ്രീലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാനൊരു ടേബിൾ എടുത്തു, ഇവിടെ ഞാൻ വെറുതെ ഒരു മാഗ്നറ്റിനെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത്, എങ്ങോട്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക, സൗത്ത് പോൾ എങ്ങോട്ടായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്താണ്? ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും, ഈ മാഗ്നറ്റ് നോർത്ത് പോളും സൗത്ത് പോളും ഇതാണെങ്കിൽ ഈ നോർത്ത് പോളിലോട്ടും സൗത്ത് പോളിലോട്ടും ആയിരിക്കോ, ഇതൊത്തി ഇങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ? അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം തന്നെ അതിനുവേണ്ടി ചെറിയൊരു കോൺസെപ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയോ? അതെങ്ങനെ വന്നു, അതിൻ്റെ പിന്നിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നും നമ്മൾ പഠിക്കേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ബേസിക് ആയിട്ട് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയോ? എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ഞാൻ വരച്ചിരിക്കുന്നത്? അതായത് നമ്മൾ ഭൂമി ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് എർത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിലൊന്ന് നോക്കുക. ഒരു ജോഗ്രഫിക് നോർത്ത് പോളും ഉണ്ട്, ജോഗ്രഫിക് സൗത്ത് പോളും ഉണ്ട് അല്ലെ? ഞാൻ ഈ റെഡിൽ എഴുതിയിരിക്കുന്നതാണ് ജോഗ്രഫിക് നോർത്ത് പോളും ജോഗ്രഫിക് സൗത്ത് പോളും.
മാറിപ്പോകരുത്. ഇത് രണ്ട് മാത്രമേ നിങ്ങളെ കണ്ണിൽ പെടാൻ പാടുള്ളൂ. ഇപ്പോൾ ജോഗ്രഫിക് നോർത്ത് പോൾ ഉണ്ട്, ജോഗ്രഫിക് സൗത്ത് പോൾ ഉണ്ട്. അതായത് എർത്തിനൊരു ജോഗ്രഫിക് നോർത്ത് പോൾ, ഒരു നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്കൊരു കാര്യം അറിയാം. എർത്ത് എന്ന് പറയുന്ന ഒരു വലിയ മാഗ്നറ്റ് ആണ് അല്ലേ? എർത്തിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എർത്തിനെ നമുക്കൊരു വലിയ ബാർ മാഗ്നറ്റ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. അതായത് നമുക്ക് സങ്കല്പിക്കാം. ഒരു എർത്തിനെ വലിയൊരു ബാർ മാഗ്നറ്റ് ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയോ? അതെങ്ങനെ വന്നു എന്നൊന്നും മനസ്സിലാക്കേണ്ട. ആകെ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക? കോറിയിടുക. ദാറ്റ് ഈസ്, എർത്ത് ഒരു വലിയ ബാർ മാഗ്നറ്റ് ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ വലിയ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് എർത്തിൻ്റെ ജോഗ്രഫിക് നോർത്ത് പോളിന് അടുത്തായിരിക്കും വരിക. ഇനി ഇതേ എർത്ത് എന്ന് പറയുന്ന വലിയൊരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ എന്ന് പറയുന്നത് എർത്തിൻ്റെ ജോഗ്രഫിക് സൗത്ത് പോളിൻ്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. ഞാൻ ഈ പറഞ്ഞ രണ്ട് പോയിന്റും ക്ലിയർ ആണോ? അതായത് എർത്ത് എന്ന് പറയുന്ന വലിയൊരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സൗത്ത് പോൾ എന്ന് പറയുന്നത് എർത്തിന്റെ ജോഗ്രഫിക് നോർത്ത് പോളിന് അടുത്തായിരിക്കും ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ എർത്ത് എന്ന് പറയുന്ന വലിയൊരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ എന്ന് പറയുന്ന ഇവൻ എന്തായിരിക്കും? മാഗ്നറ്റിക് നോർത്ത് പോൾ എന്ന് പറയുന്നവൻ എന്താണ്? എർത്തിന്റെ തന്നെ ജോഗ്രഫിക് സൗത്ത് പോളിന് അടുത്തായിരിക്കും ഉണ്ടാവുക. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഞാൻ ഏതെങ്കിലും ഒരു മാഗ്നറ്റ് ഇവിടെ കൊണ്ടുവരികയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഏതെങ്കിലും ഒരു മാഗ്നറ്റ് ഞാനിവിടെ ഒരു സൗത്ത് പോള് നോർത്ത് പോളുള്ള ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇതൊരു എൻ്റെ കയ്യിലുള്ള ഒരു ബാർ മാഗ്നറ്റ് കൊണ്ട് ഞാനിവിടെ പോവുകയാണ്. ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നതോറും എന്താണ്? സൗത്തിൻ്റെ അടുത്ത് വരുന്നു, നോർത്തിൻ്റെ അടുത്ത് വരുന്നു. എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലേ? ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനൊരു ബാർ മാഗ്നറ്റ് ഇടുമ്പോൾ, ബാർ മാഗ്നറ്റ് ഇവിടെ വെച്ച് കാണിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും അലൈനായി വയ്ക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അത് വരിക? ഇറ്റ് വിൽ ബി അലൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ്, അതായത് ഇത് അലൈൻ ആവുന്നത് എങ്ങനെയായിരിക്കും? ഇത് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ ഇത് എങ്ങനെ വരും? ഇത് കറങ്ങി എങ്ങനെ വരും? ഇതിൻ്റെ നോർത്ത് പോൾ ഇവിടെ വരുന്ന രീതിയിലും സൗത്ത് പോൾ ഇങ്ങോട്ട് വരുന്ന രീതിയിലും. അതായത് ഇതെങ്ങനെയായിട്ട് മാറും? ഞാനൊന്ന് വരയ്ക്കാം. ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ വരും? അത് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആയിട്ടായിരിക്കും വരിക. അതായത് ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് അലൈൻ ആവുന്ന എങ്ങനെയായിരിക്കും? ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക? അത് അലൈൻ ആവുക. അതെങ്ങനെയായിരിക്കും? സോ ദാറ്റ് നോർത്ത് പോൾ എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് സൗത്ത് പോളിന് അടുത്തോട്ടായിരിക്കും, കാരണം അതങ്ങനെയല്ലേ അട്രാക്ട് ആവുക. അതുപോലെ തന്നെ ആ ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് പോളിലേക്കായിരിക്കും വരിക. അതായത് ഞാനൊരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിലായിരിക്കും അലൈൻ ആവുക. അത് എന്ത് തന്നെയാണ്? ഈ നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ജോഗ്രഫിക് നോർത്ത് പോൾ, ജോഗ്രഫിക് സൗത്ത് പോൾ. അതായത് നമ്മളൊരു മാഗ്നറ്റിനെ എടുത്ത് വെറുതെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് കാരണം എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ മാഗ്നറ്റിക് സൗത്ത് പോൾ എന്ന് പറയുന്നത് ജോഗ്രഫിക് നോർത്ത് പോളിന് അടുത്താണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് നോർത്ത് പോൾ എന്ന് പറയുന്നത് ജോഗ്രഫിക് സൗത്ത് പോളിന് അടുത്താണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ബാർ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ അട്രാക്ഷനും റിപ്പൽഷനും കാരണം ഇത് കറങ്ങി എങ്ങനെ വരും? ഇതിന് ഇങ്ങനെ നിൽക്കാനല്ലേ സ്റ്റേബിൾ ആയിരിക്കുള്ളൂ. കാരണം ഇത് തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇവിടെ സൗത്തും ഇവിടെ നോർത്തും ആണെങ്കിൽ ഇത് റിപ്പല് ചെയ്യില്ലേ? അത് വന്ന് അവിടെ ഇതായിട്ട് നിൽക്കുമോ? കാരണം എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ലൈക്ക് പോൾസ് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഇത് കറങ്ങി തിരിഞ്ഞ് എങ്ങനെ വന്ന് നിൽക്കും? തിരിച്ച് കറങ്ങി എങ്ങനെ വന്ന് നിൽക്കും? ഇറ്റ് ഈസ് ഇവിടെ നോർത്തും ഇവിടെ സൗത്തുമായിട്ട് വന്ന് നിൽക്കും. അതായത് ഞാൻ ഏതെങ്കിലും ഒരു ബാർ മാഗ്നറ്റ് ഭൂമിയിൽ ഇങ്ങനെ വെറുതെ തൂക്കിയിടുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും വന്ന് അലൈനായി നിൽക്കുക? എങ്ങനെയായിരിക്കും അത് പോയിന്റ് ചെയ്ത് വന്ന് നിൽക്കുക? ഇറ്റ് വിൽ ബി സച്ച് ദാറ്റ് ഇവിടെ ഈ എർത്തിന്റെ സൗത്ത് പോളും നോർത്ത് പോളും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഇങ്ങനെയായിരിക്കും വന്ന് നിൽക്കുക. അതായത് ഇതിന്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ജോഗ്രഫിക് നോർത്ത് പോളിലോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കും. കാരണം എന്താ? അത് മാഗ്നറ്റിക് സൗത്ത് പോൾ ആണ്. അങ്ങനെയല്ലേ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ
സൗത്ത് പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ നമ്മൾ കൊണ്ടുവന്ന ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജോഗ്രഫിക് സൗത്ത് പോളിലോട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ജോഗ്രഫിക് സൗത്ത് പോൾ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ ആണ്. ഇവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിലല്ലേ ഈ പറയുന്നത് അത് അങ്ങനെ വന്ന് നിൽക്കുള്ളൂ. എപ്പോഴും റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിയില്ലേ? അപ്പോൾ ഇത് വന്ന് ആ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് എവിടെയായിരിക്കും? പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. ഇനി ആ ചോദ്യം ഒന്ന് എടുത്ത കുട്ടികളെ, എന്താണ് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് പോയിന്റ്? അതായത് ഒരു ഫ്രീലി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ, ഒരു ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ആണ്. ഇത് കറങ്ങി തിരിഞ്ഞ് എങ്ങനെ വന്ന് നിൽക്കും? ജോഗ്രഫിക് നോർത്തും സൗത്തും കാണിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും എന്ത് വന്ന് നിൽക്കുന്നത്. അതായത് ഏറെക്കുറെ ഇത് ഒരിക്കലും കറക്റ്റ് ആണ്. ഈ ജോഗ്രഫിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും ഒരേ ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ നമുക്ക് ഏറെക്കുറെ അടുത്താണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് അതിന് നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എർത്തിന്റെ ജോഗ്രഫിക് നോർത്ത് സൗത്ത് പോൾ ആയിരിക്കും എന്ത് ചെയ്യുക? ഇൻഡിക്കേറ്റ് ചെയ്യുക. അത് തന്നെയല്ലേ ചോദ്യവും. നോക്കുക, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് പോയിന്റ്? അത് എങ്ങനെയാണ് പോയിന്റ് ചെയ്യുന്നത്? ജോഗ്രഫിക് നോർത്ത് ജോഗ്രഫിക് സൗത്ത്, ജോഗ്രഫിക് നോർത്ത് ജോഗ്രഫിക് സൗത്ത് ആ ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുക. ഇത് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന ഇതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു. ഇത് എങ്ങനെ വന്നു എന്നൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഓപ്ഷൻ എപ്പോഴും പഠിച്ചു വെച്ചിരിക്കുക. നമ്മളൊരു മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, അതിന്റെ നോർത്ത്, അതായത് ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ജോഗ്രഫിക് നോർത്ത് ജോഗ്രഫിക് സൗത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ നോർത്ത് സൗത്ത് ഉണ്ടോ? നോർത്ത് സൗത്ത് അതെന്ന് പറയുന്നത് നോർത്തിലോ ഇത് തന്നെയാണ് എന്ത് നോർത്ത് എന്ന് പറയുന്നത്, ഇതായിരിക്കും സൗത്ത് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് പറയുന്നത്. ഭൂമിയെ ഒരു വലിയ ബാർ മാഗ്നറ്റ് ആയിട്ട് സങ്കല്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കാര്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭൂമിയെ വലിയൊരു ബാർ മാഗ്നറ്റായി സങ്കല്പിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മളുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ എന്ന് പറയുന്നത് ജോഗ്രഫിക് സൗത്ത് പോളിനടുത്തും മാഗ്നറ്റിക് സൗത്ത് പോൾ ഭൂമിയുടെ മാഗ്നറ്റിക് സൗത്ത് പോൾ എന്ന് പറയുന്നത് ഭൂമിയുടെ ജോഗ്രഫിക് നോർത്ത് പോളിനടുത്തുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ഈ തരത്തിൽ അലൈനായി നിൽക്കുന്നത്, ഈ തരത്തിൽ പെരുമാറുന്നത്. അതുകൊണ്ടാണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ. ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത്? പണ്ട് കാലത്ത് ഈ കടലിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ചൈനീസ് ആൾക്കാരാണ് ആദ്യമായി കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു. എന്താണ്? കോമ്പസ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദിശ മനസ്സിലാക്കുന്നത് അല്ലേ. ആ ഏത് ദിശയിലൂടെ പോയി കഴിഞ്ഞാൽ എവിടെ എത്താം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ഏറെക്കുറെ ഐഡിയ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ കോമ്പസ് ഉപയോഗിച്ചാണ്. അപ്പോൾ കോമ്പസ് നമ്മൾ വെക്കുന്നത് എന്താണ്? ബേസിക്കലി അതൊരു മാഗ്നറ്റ് തന്നെയാണ് അല്ലേ. ഒരു മാഗ്നറ്റിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആണ്. അത് എങ്ങനെയായിരിക്കും അലൈനായി നിൽക്കുക? അത് നമ്മുടെ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ഏതൊരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഞാൻ കോമ്പസ് നോക്കി കഴിയുമ്പോൾ എനിക്കറിയാം ഞാൻ എങ്ങോട്ടേക്കാണ്, ഏത് ദിക്കിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഇതേ ബാർ മാഗ്നറ്റ് വരം ഇവിടെ ഈ ഒരു നീഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ നീഡിൽ എന്ന് പറയുന്ന ഒരു അലുമിനിയം നീഡിലായിരിക്കും. അതിൻ്റെ അകത്ത് അത് എന്താണ്? ഒരു സ്പിൻഡിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാഗ്നറ്റിലായിരിക്കും നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യും? നീഡിൽ മാറുന്നുണ്ടാവും. നീഡിൽ അലൈനായി വന്ന് നിൽക്കുന്നത് എങ്ങനെയായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. അത് ഇതേ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പോയിന്റ് ക്ലിയർ ആണോ? കാരണം ഇതിന്റെ നോർത്ത് സൗത്ത്, അല്ലെങ്കിൽ ഈ ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ പറയുന്ന ജോഗ്രഫിക് നോർത്ത് പോൾ ആണ്. അതുപോലെ തന്നെ ഇത് എന്ത് തന്നെയാണ്? ജോഗ്രഫിക് സൗത്ത് പോൾ തന്നെയാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു. മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഈ പറയുന്ന ജോഗ്രഫിക് നോർത്ത് പോൾ എന്താണെന്നും ജോഗ്രഫിക് സൗത്ത് പോൾ എന്താണെന്ന് പറയണം. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എന്ത് ചെയ്യുന്നത്? വന്ന് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അത് തന്നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പസ് എന്ന് പറയുന്ന ഉപകരണം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നോക്കാം. The presence of magnetic field can be determined by ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് നമുക്ക് അറിയാനായിട്ട് ഒരുപാട് ഡിവൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലക്സ് മീറ്റർ, ഗോസ് മീറ്റർ, അല്ലെങ്കിൽ ടെസ്ല മീറ്റർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാം എന്താണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് നീഡിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റിക് കോമ്പസ്, ഒരു മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് കോമ്പസ്. ഇത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് an അലുമിനിയം പോയിന്റർ അലോൺ. ഇതല്ല, ഒരു അലുമിനിയം പോയിന്റർ മാത്രം മതിയോ? പോരാ, നമുക്ക് എന്ത് വേണം? ഒരു മാഗ്നറ്റ് വേണം. ടൈനി മാഗ്നറ്റിക് നീഡിൽ അറ്റാച്ച് ടു അലുമിനിയം പോയിന്റർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പോയിന്റ് രണ്ടും ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. ക്ലിയർ ആയില്ലേ? ഇനി നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്. 2022 ചോദിച്ച ചോദ്യമാണ്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി among the following. Direction of magnetic field at a point can be found by placing a magnetic compass at that point. കറക്റ്റ് ആണ്. ഇനി ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് നീഡിൽ പോയിന്റ്സ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് അല്ലേ? കറക്റ്റ് ആണോ? അല്ല. ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റിക് നീഡിൽ പോയിന്റ്സ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ജോഗ്രഫിക്കൽ
നോർത്ത്, ജോഗ്രഫിക്കൽ സൗത്ത് ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നത് അല്ലേ. ഇനി ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഡെൻസർ നിയർ ദി പോൾസ് ഓഫ് എ മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഡെൻസർ നിയർ ദി പോൾസ് ഓഫ് എ മാഗ്നറ്റ്. ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ഇന്റർസെക്ട് അറ്റ് എ ഗിവൺ പോയിന്റ്. ഇതും തെറ്റാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഡെൻസർ നിയർ ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ്. ഡെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിന്റെ അടുത്തോട്ട് വരുന്തോറും എന്തായിരിക്കും അവിടെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ്? 1ഉം 2ഉം കറക്റ്റ് ആണ്. സോറി 1ഉം കറക്റ്റ് ആണ്, 3ഉം കറക്റ്റ് ആണ്. ഇവൻ തെറ്റാണ്, 2ഉം തെറ്റാണ്, 4ഉം തെറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1ഉം 3ഉം ഉള്ള ഓപ്ഷൻ ഉണ്ടോ? ബോത്ത് 1 and 3 ആണ് കറക്റ്റ് ആൻസർ. മാറിപ്പോരുത്. എഗെയിൻ ഫ്രീലി സസ്പെൻഡ് കണ്ടോ, ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ച ചോദ്യം കണ്ടോ. അപ്പോൾ ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ചെയ്തുകൂടെ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കറക്റ്റ് ആവണമെങ്കിൽ എന്താണ്? ജോഗ്രഫിക്കൽ നോർത്ത് എന്നും പറഞ്ഞാൽ ജോഗ്രഫിക്കൽ നോർത്ത്, ജോഗ്രഫിക്കൽ സൗത്ത് ഡയറക്ഷൻ ആണെങ്കിൽ കറക്റ്റ് ആയേനെ. ഇവിടെ എന്താണ്? ഇത് തെറ്റാണ്. കാരണം എന്താ? ഇവിടെ നോർത്ത് ഈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി അടുത്തത്, വാട്ട് ഇസ് ദ ടേം ഫോർ ദി ഏരിയ അറൗണ്ട് എ മാഗ്നറ്റ് വെയർ ഇറ്റ്സ് എഫക്ട് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. നമുക്കറിയാം, ഇത്രയൊക്കെ നമ്മൾ പഠിച്ച് നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് ആ ഒരു മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള ഏരിയ വേർ ദ എഫക്ട് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അതായത് ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റും ഏതൊക്കെ ഏരിയയിലാണ് ആ മാഗ്നറ്റിന്റെ എഫക്ട് ഉണ്ടാവുന്നത്, ആ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇതും ചോദിച്ച ചോദ്യമാണ് കേട്ടോ, 18ൽ ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി അബോവ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞാണ്. ഇനി അടുത്ത ചോദ്യം, when a bar magnet is used as a source of constant magnetic field, the direction of magnetic field എങ്ങനെയാണ് നോക്കുക. when a bar magnet is used as ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത്, എന്താണ് the direction of magnetic field എന്ന് പറയുന്നത്? എന്താണ് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, നോർത്ത് നിന്ന് സൗത്ത്. പോയിന്റ് ക്ലിയർ ആണോ? ഇവിടെ ഒരു ഡൗട്ട് ആയിട്ട് വരരുത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്നത്, അത് അകത്തെ കാര്യമാണ്. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പുറത്തെ കാര്യം എടുത്താൽ മതി. ഓക്കെ, ആ പോയിന്റ് വിട്ടുപോരുത്. സോ ഇറ്റ് ഈസ് ഫ്രം ദി നോർത്ത് പോൾ ടു സൗത്ത് പോൾ. എന്താണ്? ഫ്രം ദി നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നമുക്കറിയാം നോർത്ത് പോൾ, സൗത്ത് പോൾ. ഇനി അടുത്തത്, consider the following statements related to magnetic field. The relative strength of magnetic field is given by the degree of closeness of line. കറക്റ്റ് ആണ്. കൂടുതൽ ലൈൻസ് ഉണ്ടെങ്കിൽ, കൂടുതൽ ലൈൻസ് അടുത്തടുത്തുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നല്ല അതിന്റെ മീനിങ്. ഇനി അടുത്തത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് only have മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. തെറ്റാണല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. അവന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം, ഏതാ മീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫ്ലക്സ് മീറ്ററോ കോസ് മീറ്ററോ ടെസ്ലാമീറ്ററോ വെച്ച് കണ്ടുപിടിക്കാം. ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഫീൽഡ് ലൈനിൽ ആ പോയിന്റിലെ ടാൻജന്റ് വരച്ചാൽ മതി അല്ലേ. ഓക്കെ, നമുക്ക് നോർമൽ വരച്ചാൽ കണ്ടുപിടിക്കാം. അതിന് ആ ലെവലിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇവൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ, ഇവൻ തെറ്റാണല്ലേ. it have only magnitude and no direction. എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇവന് ബോത്ത് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. കുട്ടികളെ കറക്റ്റ് ആണോ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൺലി എ ആണ് കറക്റ്റ്. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞ ഓരോ ചെറിയ പ്രോപ്പർട്ടീസിൽ നിന്നും ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വേണോ ഫ്രെയിം ചെയ്തൂടെ? കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ചോദ്യം വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ചോദ്യം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അറ്റ് ദി നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ആർ. എന്താണ്? ലൈൻസ് എമർജിങ് ഫ്രം ദ പോൾ ആണ് അല്ലെ. നമുക്കറിയാം നോർത്ത് പോളിൽ നിന്ന് ലൈൻസ് പുറത്തേക്ക് എമർജ് ചെയ്യാണ്, ഇവിടേക്ക് എന്ത് ചെയ്യാണ്? മെർജ് ചെയ്യുകയാണ് ഫ്രം ദി പോൾ. നോർത്ത് പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കുക. ഇനി from the following identify the correct properties of magnetic field lines. Magnetic field lines are closed loop. Correct ആണ്, ഒരു സംശയം വേണ്ട. Magnetic field lines are from north pole of the magnet to the south pole of the magnet outside the magnet. വളരെ ശരിയാണ് അല്ലേ. കാരണം എന്താ? ഔട്ട്സൈഡ് എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ എന്താ ഔട്ട്സൈഡ് ആണ് തന്നിരിക്കുന്നത് അസ്യൂം ചെയ്യുക. ഇൻസൈഡ് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ആർ ഫ്രം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്സൈഡ് ദി മാഗ്നറ്റ് ഇത് ഫ്ലോ ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ. പോയി പണി നോക്കാൻ പറയണം അല്ലേ. ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ രണ്ട് വാല്യൂ, രണ്ട് ഡയറക്ഷൻ ഉണ്ടെന്നല്ല അതിന്റെ മീനിങ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതുകൊണ്ട് തന്നെ ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ 3 എന്തായാലും തെറ്റാണ്. അപ്പൊ 3 ഓപ്ഷൻസ് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുക, കട്ട് ചെയ്ത് കളയുക. ആൻസർ എ ആയിരിക്കും. 1, 2. Then if the magnetic field lines are crowded, the magnetic field strength in that region is high. തീർച്ചയായിട്ടും ശരിയാണ്. Magnetic field lines per unit area is called magnetic flux. തെറ്റാണ്. കാരണം എന്താ? നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ. ഫ്ലക്സ് ബൈ ഏരിയ നമ്മൾ പറഞ്ഞു. എന്തിനാണ് അതിനെ പറയുന്നത്? ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ആണോ? അല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്.
അഗെയിൻ അതിന്റെ യൂണിറ്റ് വേണമെങ്കിൽ ചോദിക്കാം. യൂണിറ്റ് എന്താണ്? ടെസ്ലയാണ്. ഒരു ടെസ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വെബർ പെർ 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ 1, 2 and 4 ആണ് അല്ലേ. 1, 2 and 4. അഗെയിൻ അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഓൾറെഡി തന്നെ മനസ്സിലായി 3 ഇൻക്ലൂഡ് ആണെങ്കിൽ ഇന്റർസെക്ട് ചെയ്യും അവന്മാര്? ഇല്ല, അവന്മാർ ഇന്റർസെക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഈ ഓപ്ഷൻ 3 തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ 3 ഉള്ള ഓപ്ഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഓപ്ഷൻ ഡയറക്റ്റ്ലി എ എഴുതുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. പോയിന്റ് ക്ലിയർ ആണോ കുട്ടികളെ?